കൈലാസ മാനസരോവർ യാത്രയായിരുന്നു. കൈലാസത്തെക്കുറിച്ച് പറയാൻ ആർക്കാ കഴിയുക? അത് 4 മതങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ്. ഹിന്ദുമതം ആവട്ടെ, ജൈന, ബുദ്ധ, അതുപോലെ ടിബറ്റിലുള്ള ബോൺ മതം, ഇവരുടെ എല്ലാവരുടെയും സ്പിരിച്വൽ സെന്ററാണ്. അപ്പോൾ അത്രത്തോളം എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൈലാസം. കൈലാസം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവനവനെ തിരിച്ചറിയാനുള്ളൊരു യാത്രയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് സ്വയം ശൂന്യമാകുന്നൊരവസ്ഥ വരും. അതാണ് ശിവൻ. ശരിക്കും ശിവം എന്ന് പറയുന്നത് ഒരിടത്ത് ജീവിതവും ഒരിടത്ത് മരണവും. അപ്പോൾ ശരിക്കും ഇത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഉള്ളത് മരണഭയം അല്ലേ, പലർക്കും ഉള്ളതാണ്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും. അബാക് മീഡിയയിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് രഞ്ജു എം പിള്ളയാണ്. നമസ്തേ മാം. നമസ്തേ മാം, നമ്മൾ ഇതിനു മുമ്പിട്ട് മാമിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, സൈക്കോളജിയും ഹീലിങ്ങും അങ്ങനെ കുറേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് മാം പറഞ്ഞിരുന്നു ഹിമാലയത്തിൽ പോയി വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു എപ്പിസോഡ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഹിമാലയ യാത്ര അനുഭവങ്ങൾ? രാഹുൽ, ഹിമാലയ യാത്ര അതായത് കൈലാസ യാത്രയായിരുന്നു. കൈലാസ മാനസരോവർ യാത്രയായിരുന്നു. ശരിക്കും കൈലാസ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ കൈലാസത്തെക്കുറിച്ച് പറയാൻ ആർക്കാ കഴിയുക? ശരിക്കും ഞാൻ കണ്ട അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ആ ഒരു കൈലാസം, അതിനെക്കുറിച്ച് പറയാൻ എന്താ പറയുക, എൻ്റെ ബോധത്തിൽ നിന്ന് പറയാൻ ശ്രമിക്കാം. അതായത് നമ്മൾ പറയാറുണ്ട് കൈലാസം എന്ന് പറയുന്നത് അത് 4 മതങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ്. ഹിന്ദുമതം ആവട്ടെ, ജൈന, ബുദ്ധ, അതുപോലെ ടിബറ്റിലുള്ള ബോൺ മതം, ഇവരുടെ എല്ലാവരുടെയും സ്പിരിച്വൽ സെൻറ്ററാണ്. അപ്പോൾ അത്രത്തോളം എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൈലാസം. പിന്നെ കൈലാസത്തിനെ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല. അതിൻ്റെ ഊർജത്തിനെക്കുറിച്ച്, അതിൻ്റെ ഊർജ്ജ പ്രഭാവത്തിനെക്കുറിച്ച്, കൈലാസത്തിനെക്കുറിച്ച് തന്നെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഓരോ കൈലാസ യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചാലും 100 പേരെ കൈലാസ യാത്രയ്ക്ക് പോയെന്ന് വെച്ചോ, ആ 100 പേരോട് കൈലാസ യാത്രയുടെ അനുഭവം ചോദിച്ചാൽ 100 ഫീലിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 100 തരത്തിലായിരിക്കും അതിനെ വർണ്ണിക്കുന്നത്. എന്ന് വെച്ചാൽ കൈലാസം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളുടെ പ്രതിഫലനം കാണുന്നത് പോലെ തന്നെ നമുക്ക് ആ കൈലാസ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവനവനെ തിരിച്ചറിയാനുള്ളൊരു യാത്രയാണ്. തീർച്ചയായിട്ടും കൈലാസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തുകൊണ്ട് കൈലാസം എന്ന് പറഞ്ഞാൽ മലയ്ക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കൈലാസ യാത്ര എന്ന് പറയുന്നത് ഒരു ജന്മപുണ്യമാണ് എന്ന് പറയുന്നതിന് കാരണം നമുക്ക് ആ യാത്ര ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും. ശരിക്കും അഹം ഉടച്ചു കളയുന്നൊരു യാത്ര, ഞാനെന്ന ബോധത്തിനെ, അതായത് ഞാൻ ആരൊക്കെയോ ആണെന്നുള്ള ബോധത്തിനെ കംപ്ലീറ്റ്ലി തവിട് പൊടിയാക്കുന്നൊരു യാത്രയാണ് എനിക്ക് കൈലാസ യാത്ര. എന്നുവെച്ചാൽ ഞാൻ കണ്ട കൈലാസ യാത്ര അതായിരുന്നു. അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് എന്തൊക്കെ ഭാണ്ഡവും പേറിയിട്ടാണ് ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാണ്, എൻ്റെ സ്വഭാവം, ഇതൊക്കെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ തിരിച്ചു വരുന്നത് ഇതൊന്നുമില്ലാത്ത ശൂന്യമായ ഒരു ഞാനാണ്. അപ്പോൾ അതാണ് കൈലാസത്തിൻ്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നു കൈലാസത്തിന് ഇത്രമാത്രം പുണ്യമുണ്ടാവാനുള്ളൊരു കാരണവും ഒരുവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ കൈലാസ യാത്രയിലൂടെ നമുക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം. ആരോഗ്യമുള്ളൊരു സമയത്ത് അത് ചെയ്യാൻ കഴിയുക ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ്. ശരിക്കും എൻ്റെ കൈലാസ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നന്ദി പറയേണ്ടത് ആത്മയാനയോടാണ്. ആത്മയാന ടീമിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ കൈലാസ യാത്ര അതൊരു സോൾ കോളിങ്ങാണ്. നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര ആരോഗ്യമുണ്ട് അതുകൊണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് പോയാലും, ആ കൈലാസത്തിൽ ഒരു ആത്മാവാണ് കിടക്കുന്നത്. ആ ആത്മാവ് കിടക്കാനുള്ള നിയതി ഉണ്ടെങ്കിൽ മാത്രമേ അത് കിടക്കുകയുള്ളൂ. അത് ശരിക്കും ഞങ്ങൾ അറിഞ്ഞതാണ്. നമ്മൾ ആ യാത്രയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് തിരിച്ചറിയാൻ കഴിയും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളുടെ കൂട്ടത്തിലുള്ള പലരും, അതായത് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സോടുകൂടി വന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്പിരിച്വലി ഒരുപാട് ഇതായിട്ട് നമ്മളുടെ സമൂഹത്തിൽ ദൈവിക കാര്യങ്ങളിൽ ഒരുപാട് ഇടപെടുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് യാത്രകളുണ്ടെങ്കിലും അവരനുഭവിച്ച പ്രയാസങ്ങൾ, അല്ലെങ്കിൽ പലപ്പോഴും ആ ഒരു ഊർജ്ജത്തിനെ താങ്ങാൻ പറ്റാതെ ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല ഇതൊന്നും. ഒരു കൈലാസ യാത്രയിൽ അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും അപ്പുറമുള്ള ഒരു ശക്തി അത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മൾ അതിലൂടെ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ കൈലാസ യാത്ര തുടങ്ങിയതിന് ശേഷം അത് വളരെ രസകരമാണ്. എന്ന് വെച്ചാൽ തിരിച്ചു വന്നിട്ട് ഇതൊക്കെ ഒന്ന് എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കൈലാസ യാത്ര നമ്മളെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളുടെ ബോധത്തിൻ്റെ തലത്തിനെ എത്രത്തോളം മാറ്റിയിട്ടുണ്ടെന്ന്. ശരിക്കും എൻ്റെ ചിന്തകളെയൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്.
ഞാൻ കാണുന്ന കാഴ്ചപ്പാടിനെ മാറ്റിയിട്ടുണ്ട്. അതായത് പോകുന്നത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് അങ്ങനെയാണ് പോയത്. കാഠ്മണ്ഡുവിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പം തന്നെ വേറൊരു ഊർജ്ജമാണ് അവിടെ. ആ ഒരു സ്പിരിച്വൽ ഊർജത്തിൻ്റെ ഒരു കാഠ്മണ്ഡുവിലെ ഓരോ അമ്പലങ്ങളുടെയും ഒക്കെയും അവിടെ നമ്മൾ ഏത് യാത്രയുടെ ഭാഗമായിട്ട് പോയാലും ആരുടെ കൂടെ പോയാലും എനിക്കൊന്ന് പ്രധാനമായിട്ടും ചില അമ്പലങ്ങളിൽ പോകാറുണ്ട് കാഠ്മണ്ഡുവിൽ. ആദ്യം നമ്മൾ പോകുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിലാണ്. പശുപതിനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാ ജീവജാലങ്ങളുടെയും നാഥനായ ശിവനെ തൊഴുതുകൊണ്ടാണ് നമ്മൾ ആ യാത്ര തുടങ്ങുന്നത്. കൈലാസത്തിൽ എത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ മുൻപിൽ പോയി നിന്ന് സ്വയം ശൂന്യമായി മാറുന്നൊരവസ്ഥയുണ്ട് പശുപതിനാഥ ക്ഷേത്രം. അതിൻ്റെ ആ ഒരു ഐതിഹ്യവും വളരെ രസകരമാണ്. ശിവനും പാർവതിയും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് മാനുകളെ പോലെ ആ ഒരു പ്രദേശത്ത് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദേവന്മാർ ചെന്ന് ശിവനെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കൊമ്പൊടിഞ്ഞു. ആ കൊമ്പ് അവിടെ ഒരു പ്രകാശമായി, പിന്നെ അതൊരു ജ്യോതിർലിംഗമായി എന്നാണ് അതിന് പറയപ്പെടുന്നത്. ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ജ്യോതിർലിംഗത്തിൻ്റെ മുൻപിൽ നിന്ന് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് സ്വയം ശൂന്യമാകുന്നൊരവസ്ഥ വരും. അതാണ് ശിവൻ. ശരിക്കും ശിവമെന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചോദിക്കേണ്ടത് ഒന്നും നമുക്കറിയാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ നമ്മളെ ആ ഒരു ഊർജം കടത്തിവിടും. അവിടെ തന്നെ അതിനോട് ചേർന്നിട്ട് ബാഗ്മതി നദിയുണ്ട്. ആ അമ്പലത്തിനോട് ചേർന്നിട്ട് അവിടെ ജീവനും മരണവും ഒന്നിക്കുന്ന സ്ഥലമാണിത്. അവിടെ നമ്മളുടെ ശവം ദഹിപ്പിക്കുന്ന ആ അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ആ നദിക്കരയിൽ നമുക്ക് കാണാം 5ഉം 6ഉം ദേഹങ്ങളാണ് ദഹിപ്പിക്കുന്നത്. ഒരിടത്ത് ജീവിതവും ഒരിടത്ത് മരണവും. അപ്പോൾ ശരിക്കും ഇത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഉള്ളത് മരണഭയം അല്ലേ, പലർക്കും ഉള്ളതാണ്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും ഇത് രണ്ടും ഒരേ സത്യമാണ്. ജനനമുണ്ടെങ്കിൽ മരണമുണ്ടെന്നും ഇതിലെല്ലാം ശിവമയമാണെന്നും. അപ്പോൾ കുറേ ഒരു പേടിയൊക്കെ തോന്നിക്കുവേ അതിലൂടെ കടന്നിങ്ങനെ പോകുന്ന സമയത്ത്. നമുക്ക് ഇങ്ങനെ ഈ ചിതകളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പം അവിടെ അവരുടെ പ്രിയപ്പെട്ടവരും മന്ത്രങ്ങളും ഒക്കെ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമ്മളിലൊരു ഭയമുണ്ടെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. ഇതാണ് എല്ലാ മനുഷ്യനും അവസാനം ഇതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശിവനെന്ന് പറയുന്നത് ജീവിതവുമാണ് മരണവുമാണ്. ആ ഒരു സത്യം, ആ ഒരു ബോധം നമ്മളിൽ എന്തൊക്കെയോ ചിന്തകളെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ ഇമോഷൻസിനെയൊക്കെ സൃഷ്ടിക്കുന്ന ഒരു തലമാണ് ഈ പശുപതിനാഥ ക്ഷേത്രം. അപ്പോൾ അവിടെ നിന്നും പിന്നീട് നമ്മൾ പോയത് ഗുഹേശ്വരി അമ്മയുടെ അടുത്തേക്കാണ്. അത് ഇവിടെ ഒരു ശൂന്യതയാണെങ്കിൽ അവിടെ സ്പന്ദനമാണ്. സൃഷ്ടിയുടെ ഊർജം നിറഞ്ഞു നിൽക്കുന്ന, അമ്മയുടെ ഊർജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഗുഹേശ്വരി ക്ഷേത്രം. അവിടെയാണെങ്കിൽ നമ്മൾ ആ ഒരു അമ്പലത്തിലേക്കൊക്കെ കടന്നിങ്ങനെ പോകുമ്പോൾ, ആ ഗർഭാറയിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഊർജം നമ്മളിങ്ങനെ പൊതിയും. എന്ന് വെച്ചാൽ കാമാഖ്യയുടെ അതേ തന്നെ വൈബ്രേഷനാണ്. അതേ ശക്തിയുടെ ആ ഒരു ഊർജമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത്. അപ്പം നമുക്കറിയാൻ പറ്റും ആ ഒരു സൃഷ്ടിയുടെ ആ ഊർജ്ജത്തിനെ നമ്മളിങ്ങനെ ഫീൽ ചെയ്യുകയാണ് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ആ ഒരു ഓരോ അണുവിലും നിറഞ്ഞു നിൽപ്പുണ്ട് ആ ഒരു ഊർജ്ജം, അമ്മയുടെ ഊർജ്ജം. അപ്പോൾ അത് നമ്മളെ വേറൊരു തലത്തിലേക്ക്, ശൂന്യതയിൽ നിന്നും സ്പന്ദനത്തിലേക്ക്. പിന്നീട് നമ്മൾ പോകുന്നത് ജലശായി വിഷ്ണു, അനന്തനാഗത്തിൻ്റെ ഇങ്ങനെ മുകളിൽ ശയിക്കുന്ന വിഷ്ണു. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലേക്കെത്തും. അതായത് എത്ര ചലനമുണ്ടെങ്കിലും വളരെ നിശ്ചലനായി ഒന്നും അറിയാത്ത പോലെ കിടക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ ആ സ്വരൂപം അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. എനിക്ക് തോന്നുന്നൊരു 5 മീറ്ററോളം ആ ഒരു നീളത്തിലാണ് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആ ചുറ്റിക്കെട്ടി കിടക്കുന്ന ആനന്ദനിൽ എങ്ങനെ ശയിക്കുന്ന ആ വിഷ്ണു ഭഗവാന്റെ ആ ഒരു സ്വരൂപം നമ്മൾ കാണുമ്പോൾ നിശ്ചലതയാണ് അവിടെ. ആ ഒരു നിശ്ചലത നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഓടി നടക്കുമ്പോഴും ആ ഒരു നിശ്ചലത മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ആ ഒരു മൗനത്തിലേക്ക്, ആ ഒരു സൈലൻസിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും. അതുപോലെയാണ് ഭഗവാൻ. നമ്മൾ പറയും സ്ഥിതിയുടെ കാരകനാണ് മഹാവിഷ്ണു. അദ്ദേഹം ഇത്രയും കോലാഹലങ്ങൾ നടക്കുന്ന സമയത്തും ആ കിടക്കുന്ന നിശ്ചലമായി കിടന്ന് ശാന്തമായി കിടക്കുന്ന ആ ഒരു അവസ്ഥ കാണുമ്പോൾ, അതുപോലെ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിൽ നിന്നാൽ ആ ജലത്തിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ എൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അത് മറ്റൊരു വിഷ്ണു,
ഈ കിടക്കുന്ന ആ സ്വരൂപത്തിന്റെ താഴെ അതുപോലെ തന്നെ ജലത്തിന്റെ അടിയിലും ഇതിന്റെ ആ ഒരു പ്രതിഫലനം, ആ നിശ്ചലാവസ്ഥയിൽ ഉള്ള പ്രതിഫലനം, അതായത് നമ്മളുടെ മനസ്സ് നിശ്ചലമാകുമ്പോൾ നമ്മളെ തന്നെ കാണുന്നൊരവസ്ഥ, അതാണ് ശരിക്കും അവിടെയുള്ളത്. അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ ദിവസം തന്നെ നമ്മളിതിലൂടെ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്, ആ കൈലാസനാഥനിലേക്ക് എത്തിക്കുകയാണ്. കൈലാസത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഊർജ്ജത്തിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയത് ഈ കൈലാസ യാത്രയ്ക്ക് ഏറ്റവും പ്രധാനം സ്വന്തം കഴിവിലോ സ്വന്തം ശക്തിയിലോ ഒക്കെയുള്ള വിശ്വാസത്തിനേക്കാട്ടിലും ഉപരിയായിട്ട് അതിനും അതീതമായൊരു ശക്തിയുണ്ട്. അതായത് ഞാൻ കണ്ടതാണ്, നമ്മുടെ ഗ്രൂപ്പിൽ പലരും ഒരു 2ാമത്തെ 3ാമത്തെ ദിവസമായപ്പോൾ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ വീണ് പോയെന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റാത്ത, ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. നമ്മളുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശരീരം എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ബലത്തിനെയൊക്കെ വിശ്വസിക്കാതെ അതിനും അതീതമായിട്ടുള്ള ശക്തിയിലേക്ക് പൂർണ്ണമായൊരു സമർപ്പണത്തോടുകൂടി ഓരോ ശ്വാസം എടുക്കുമ്പോഴും ആ ശ്വാസത്തിൻ്റെ ഉറവിടത്തെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ നമ്മുടെ കഴിവല്ല അവിടെ ഒന്നും. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പം ഒരടി പോലും മുൻപോട്ട് പോകാൻ പറ്റാതെ നമ്മുടെ ശരീരം പ്രതികരിക്കും. അപ്പോൾ കൈലാസ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന് പിന്നീട് പോയത്, പിന്നെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം ഈ അറ്റ്മോസ്ഫിയറിൽ ചേഞ്ച് വരുന്നത്, ഓക്സിജൻ ലെവൽ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ഇടങ്ങളിലും പോയി അവിടെ താമസിച്ച് അവിടുത്തെ ആ അവസ്ഥയുമായിട്ട് ശരീരം പൊരുത്തപ്പെട്ടതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി ചൈന ബോർഡറിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ ഈ പരിക്രമയും ഈ പിൽഗ്രിമേജും ഒക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഇതുവരെ ഉള്ളതിനേക്കാളും കൂടുതലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, കൈലാസത്തിലെത്തി. അതുകൊണ്ട് തന്നെ ഈ ചൈനക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നമുക്ക് വിസ കിട്ടാൻ തന്നെ 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ വിചാരിച്ചത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരാഴ്ച 10 ദിവസമായിട്ട് വെയിറ്റ് ചെയ്തവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ പ്ലാനിങ് ഒന്നും അല്ല നടക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ഏതൊക്കെയോ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, വേറെ ഏതോ വഴിയിലൂടെയാണ്. അപ്പം ഇതുപോലെ നടക്കും, ഇന്നതുപോലെ ചെയ്യും എന്നൊക്കെ മനസ്സുറപ്പിച്ച് പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ചെന്ന് തകിടം മറിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമ്മുടെ പ്ലാനിങ് നടക്കില്ല അവിടെ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്യുന്നപ്പോഴാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, കൈലാസ യാത്രയിൽ നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും ശിവനാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ ഇങ്ങനെ 2-3 ദിവസം വിസ കിട്ടാതെ വന്നിട്ട് ഈ ചൈന ബോർഡറിൽ രാവിലെ പോകുക വിസയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട് ബോർഡറിൽ ഇരിക്കും, കുറേ നേരം വെയിറ്റ് ചെയ്യും. ഇങ്ങനെ ഇഷ്ടംപോലെ ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടേൺ ഉണ്ടാവും. ആദ്യത്തെ ദിവസം ചെന്നു, വെയിറ്റ് ചെയ്തു, കിട്ടിയില്ല. അപ്പോൾ കുറേ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ 70 വയസ്സിൽ താഴെയുള്ളവർക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 65-68 വയസ്സായ അമ്മമാരൊക്കെ ഉണ്ട്. ഇവരുടെ ഊർജ്ജമാണ് നമുക്ക് പ്രചോദനം. നമ്മളെ ക്ഷീണിച്ചിരിക്കുമ്പോഴും എങ്കിൽ അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ബാഗ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്ത് അനുസരണയായി അമ്മമാർക്ക്. റിട്ടയർഡ് ടീച്ചർമാർ, റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു തളർച്ച തോന്നിയാൽ ഇവരെ ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് ഊർജ്ജം തന്നെത്താനേ വന്നോളൂ. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെ ഒരു ആഗ്രഹമുണ്ട്, എന്തും അങ്ങ് ചെയ്യും. കൈലാസത്തിൽ എത്താൻ വേണ്ടിയിട്ട് ആ മനസ്സുകൊണ്ട് അവരങ്ങ് ശക്തി ആർജിക്കുന്നതാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ ദൂരെയാണ്, നടന്നു പോകണം. ഇപ്പം ഇങ്ങനെ പൊക്കത്തിലൂടെ കയറിയൊക്കെ പോകണം. എല്ലാവരും പ്രായമുള്ള അമ്മമാരും ഒക്കെ പോയി. ഞങ്ങളൊരു 5 പേരുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ വലിയ നടപ്പൊന്നും പണ്ട് ശീലമില്ല. പിന്നെ നമ്മൾ പറയാറുണ്ട് കൈലാസ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്യണം ശരീരത്തിനെയൊക്കെ. പക്ഷെ തിരക്ക് കാരണം പലപ്പോഴും പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, ഈ ശരീരം കൊണ്ട് എങ്ങനെ പോകും എന്നറിയില്ല, മനസ്സ് മാത്രമാണ് അങ്ങയിൽ സമർപ്പിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിലും കൊടുത്തത്. അങ്ങനെ നമ്മളിങ്ങനെ ആഹാരം കഴിക്കാൻ പോയി. ഞങ്ങൾ 5 പേര് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ വയ്യ. അപ്പോൾ ഒരു ചെറിയ ഒരു ഷെഡ് പോലൊരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് മെസ്സോ എന്തോ സംഭവമാണ് എന്ന് വെച്ചിട്ട് അവിടെ ആഹാരം കഴിക്കുന്നു ആൾക്കാർ. അവിടെ ഇരിക്കാൻ നോക്കി ഒരു 5 കസേരയുണ്ട്. ഞങ്ങൾ 5 പേരും അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും നേപ്പാൾ, ആ ബോർഡറിലെ നേപ്പാളിലെ
പോലീസിൻ്റെ ക്യാമ്പാണ്. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഈ പോയവരൊക്കെ അങ്ങ് പോയി ആഹാരം കഴിക്കാൻ. വിശപ്പൊന്നുമില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ കൊണ്ട് എല്ലാം തീർക്കാമെന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷെ വിശപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പതുക്കെ ചക്ക ചിപ്സൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിൽ ഈ പോലീസുകാർക്ക് കൊടുത്തിട്ട് അവരുടെ നമുക്ക് ആഹാരം വാങ്ങിച്ചാലോ വേറെ പതുക്കെ നിങ്ങൾ ഇരുന്നിട്ട് ഈ ചക്കയുടെ ചിപ്സ് കൊടുത്തിട്ട് ഇത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞ് അവർ പക്ഷെ നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അപ്പോൾ അവരിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോദിക്കണം ആഹാരം ഉണ്ടോ എന്ന് ചോദിക്കണം, വിശന്നിട്ട് വയ്യാലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ചേച്ചി ചോദിച്ചു ഇവിടെ ആഹാരം ഉണ്ടോ? ഉണ്ട്. അവർ ഇത് പോലീസുകാരുടെ മെസ്സാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ എങ്ങനെയും ഇച്ചിരി ആഹാരം കിട്ടിയാൽ പോരെ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചു, തീരാറായി, ഇനി ഒരാൾക്കുള്ള ആഹാരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുഴപ്പമില്ല, ഒരാൾക്കുള്ള ആഹാരം മതി. ഒരു ചെറിയൊരു ഷെഡാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പോലീസുകാരൊക്കെ താമസിക്കുന്നതും അവരുടെ കിച്ചണ് എല്ലാം ഒരു ഷെഡിനകത്താണ്. അപ്പോൾ അവർ പറഞ്ഞെങ്കിൽ നിങ്ങൾ അകത്ത് കയറിയിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു തകര ഷീറ്റോ എന്തൊക്കെയൊക്കെയാണ്. എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുറന്ന് വെച്ച് തരിക, എന്നിട്ട് നിങ്ങൾ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ ചോറും അവരുണ്ടാക്കിയ കറികളും എല്ലാം കൂടി 2 പാത്രത്തിനാക്കി. പക്ഷെ നമുക്കുണ്ട് 5-6 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. അങ്ങനെ അത് കഴിച്ചിട്ട് അത്രയും സ്നേഹത്തോടെയാണ് അവർ കൈ കഴുകാനുള്ള വെള്ളം എടുത്ത് തരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേര്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് അന്നപൂർണേശ്വരിയായി എത്തുന്ന അമ്മ, അത് മറ്റവരൊക്കെ പോയി അവിടെ വേറെ തലത്തിൽ ചിന്തിച്ച വേറൊരു അർത്ഥമുണ്ട്. നമ്മൾ ഇതൊക്കെ പ്രയാസമാണ്, അയ്യോ ഇത് ആഹാരം കിട്ടുന്നില്ല, എത്ര നടക്കേണ്ടി വരുന്നു എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് എപ്പോഴും ടെൻഷനേ ഉള്ളൂ. പക്ഷെ എല്ലാറ്റിന്റെ പുറകിലും ആ ഒരു പ്രപഞ്ചത്തിന്റെ എന്തോ ഒരു പദ്ധതി ഉണ്ട്.